ഹായ് ഫ്രണ്ട്സ്, ഇത് ഞങ്ങൾ മലേഷ്യ പോയപ്പോഴത്തെ കുറച്ച് ഫോട്ടോസാണ്. ചെറുപ്പം മുതലേ നമുക്ക് പല പല ആഗ്രഹങ്ങൾ ഉണ്ടാകുമല്ലോ. അതുപോലെ എനിക്ക് ചെറുപ്പത്തിലെ ഒരു ബൈക്കിൽ കയറാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്നുവെച്ചാൽ വീട്ടിലാർക്കും അങ്ങനെ വണ്ടിയൊന്നുമില്ല. അപ്പോൾ ബൈക്കിൽ കയറണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ഒരു ഇതിൽ നിന്ന് നമ്മളിപ്പോൾ മലേഷ്യയിൽ ഫ്ലൈറ്റിൽ പോയിരിക്കുകയാണ്. അവിടുത്തെ കുറച്ച് ഫോട്ടോസാണിത്. നമ്മൾ KL ടവർ, ട്വിൻ ടവർ, അങ്ങനെ പല സ്ഥലത്തും പോയായിരുന്നു. അപ്പോൾ എല്ലാം ഞാൻ വീഡിയോ ആയിട്ട് എടുത്തിട്ടില്ല. എന്നുവെച്ചാൽ ചാനൽ തുടങ്ങുമെന്നുള്ള ഒരു ഇതിലായിരുന്നില്ല എടുത്തത്, വെറുതെ എടുത്തതാണ്. അപ്പോൾ എന്തായാലും എടുത്ത സ്ഥിതിക്ക് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിച്ചത്, നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നമ്മൾ നടത്തിയെടുക്കാൻ ശ്രമിക്കുക. നടക്കില്ല എന്നോർത്ത് നമ്മൾ മാറ്റി വെക്കരുത്. മാക്സിമം നമുക്ക് പറ്റണ പോലെ നമ്മൾ ട്രൈ ചെയ്യുക. ഇപ്പോൾ നമ്മൾ മലേഷ്യ പോയത് തന്നെ ആ ഒരു ഇതിൻ്റെ ഭാഗമായിട്ടാണ്. ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് പണ്ട് ഒരു കാറിൽ ബൈക്കിലൊക്കെ കയറാൻ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ ഒരു ഇതിൽ നിന്ന് നമുക്ക് ഇത്രയും ഒരു ഫ്ലൈറ്റിലൊക്കെ പോകാനുള്ള ഭാഗ്യം കിട്ടിയത് അത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. പിന്നെ നമ്മൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത്, നമ്മൾ കോൺഫിഡൻസ് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസിൽ മുന്നോട്ട് പോവുക. ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് നമ്മൾ നേടിയെടുക്കാൻ ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. അങ്ങനെയാണ് നമുക്ക് വലിയ വലിയ കാര്യങ്ങളിലോട്ട് എത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ അവിടെ പോയപ്പോൾ തന്നെ നമുക്ക് ഇതുവരെ കാണാത്ത പല കാഴ്ചകളും കണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവിടെ ഒരു അക്വേറിയം ഉണ്ട്, അടിപൊളി അക്വേറിയമാണ്. ഞാൻ കുറേ പിക്ചേഴ്സൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അക്വേറിയത്തിൻ്റെ. ഞാൻ ഇവിടെ വെച്ച് കണ്ട അക്വേറിയങ്ങളിൽ വെച്ച് ഭയങ്കര വ്യത്യാസമുള്ള അക്വേറിയം, വലിയ അക്വേറിയമാണ്. ഷാർക്ക് തുടങ്ങി പല നമ്മൾ കാണാത്ത, നമ്മളെന്ന് വെച്ചാൽ ഞാൻ കാണാത്ത കുറേ സമുദ്രജീവികൾ അതിലുണ്ടായിരുന്നു. അതിൻ്റെ കുറേയൊക്കെ പിക്ചേഴ്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, കുറേയൊന്നും ഞാൻ എടുത്തിട്ടില്ല. എന്ന് വെച്ചാൽ ഈ വീഡിയോ ആയിട്ട് ഇടാൻ പ്ലാനില്ലായിരുന്നല്ലോ. അപ്പോൾ എന്തായാലും ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ എനിക്ക് തോന്നിയപ്പോൾ. അതുപോലെ കുറേ പേർക്ക് ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു വിഷമത്തിലേക്കാണ് ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊരു മോട്ടിവേഷൻ കൂടി ആവട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. മെയിനായിട്ട് ഞാനൊരു 2021 വരെ ഒന്നും പ്രതീക്ഷിച്ചിട്ടും കൂടിയില്ല ഒരു ഫ്ലൈറ്റിലേക്ക് കയറും എന്നുള്ള കാര്യത്തിൽ. അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് വന്നിട്ടില്ല. പിന്നെയാണ് ഓരോരോ ഇതായിട്ട് നമ്മൾ കുറച്ച് ക്യാഷ് കളക്ട് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ പോണത്. നമുക്ക് പറ്റണ പോലെ ചെറിയ ചെറിയ ടൂറാണെങ്കിൽ നമുക്ക് പോകാമല്ലോ. ജീവിതം ഒന്നല്ലേ ഉള്ളൂ. അത് മാക്സിമം ആഘോഷിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് ആഘോഷിക്കാം എന്നൊരു ഇതിലാണ് പോയത്. നമ്മളിപ്പോൾ ഇവിടേക്ക് പോകാൻ അത്യാവശ്യം കുറച്ച് പൈസ ആകും. അത് നമ്മൾ മാറ്റി വെച്ചിട്ട് പിന്നെ പോകാം എന്ന് വിചാരിച്ചാൽ ഒന്നല്ലെങ്കിൽ ഇതിന് പൈസ കൂടുതലാകും അവിടെ പോകാൻ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആ സമയത്ത് പോകാൻ പറ്റിയെന്ന് വരില്ല. ചില അസുഖങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ പോകാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ ചെറുതാണെങ്കിലും മാക്സിമം നടത്താൻ പറ്റുന്നത് നടത്തിയെടുക്കുക. അതിനുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ ചെയ്യുക. നമ്മൾ അഡ്വാൻസ് കുറേ പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്നോ അറിയില്ല. കിട്ടുന്നത് ചെറിയ ചെറിയ പൈസ ആണെങ്കിൽ നമ്മൾ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം. അതാണ് ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.